കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച പാടിയോട്ടുചാൽ വയക്കരയിലെ കൂത്തൂർ നിതിന്റെ വീട് രാജ്മോഹൻ ഉണ്ണിത്താൻ MP സന്ദർശിച്ചു. നിതിന്റെ വേർപാടിൽ ദുഃഖിതരായ കുടുംബാംഗങ്ങളെ MP ആശ്വസിപ്പിച്ചു. കുവൈത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം അനുവദിക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആവശ്യപ്പെട്ടു. കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച വയക്കര സ്വദേശി കൂത്തൂർ നിതിന്റെ വീട് രാജ്മോഹൻ ഉണ്ണിത്താൻ MP സന്ദർശിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10:30 വയക്കരയിലെ വീട്ടിലെത്തിയ MP നിതിൻ്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. നിതിൻ്റെ അച്ഛൻ ലക്ഷ്മണനെയും സഹോദരൻ ലിജിനെയും ചേർത്ത് നിർത്തി നിതിൻ്റെ വേർപാടിലുള്ള തൻ്റെ അഗാധമായ ദുഃഖം MP അറിയിച്ചു. KK സുരേഷ് കുമാർ, മഹേഷ് കുന്നുമ്മൽ, A ബാലകൃഷ്ണൻ, M ഉമ്മർ, AK രാജൻ, KM കുഞ്ഞപ്പൻ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും നിരവധി പ്രവർത്തകരും MPക്കൊപ്പമുണ്ടായിരുന്നു. കുവൈത്തിൽ അപകടത്തിൽ മരിച്ച മുഴുവൻ ഇന്ത്യക്കാരുടെയും കുടുംബങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന് MP ആവശ്യപ്പെട്ടു. ഇതിനായി സമ്മർദ്ദം ചെലുത്തുമെന്നും മാധ്യമങ്ങളോട് സംസാരിക്കവേ MP പറഞ്ഞു. നമ്മുടെ രാജ്യമാകെ ഒരു ഞെട്ടലിൻ്റെ വക്കിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അവിചാരിതമായി അപ്രതീക്ഷിതമായിട്ടാണ് കുവൈറ്റിൽ ഈ സ്ഫോടനം ഉണ്ടായതും 49 ഇന്ത്യക്കാർ മരിച്ചതും. അതിൽ നമുക്കറിയാം, കുവൈറ്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു ജില്ലയെന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ ഇപ്പോൾ 14 ജില്ലയുണ്ട്. കുവൈറ്റ് 15ാമത്തെ ജില്ലയായിട്ടാണ് അറിയപ്പെടുന്നത്. 21% ജനങ്ങൾ മലയാളികളാണ് കുവൈറ്റിൽ ജീവിക്കുന്നത്. എന്ന് പറയുമ്പോൾ 10 ലക്ഷം ആളുകൾ കുവൈറ്റിൻ്റെ ജനസംഖ്യ എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ 21% എന്ന് പറയുമ്പോൾ 10 ലക്ഷം ആളുകൾ മലയാളികളാണ്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ 15ാമത്തെ ജില്ലയായി കുവൈറ്റിനെ കണക്കാക്കുന്നത്. അവിടെയാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ആ സ്ഥലത്താണ് ഈ സ്ഫോടനം ഉണ്ടായത്. അത് ഒരു മലയാളിയുടെ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ മരിച്ചിട്ടുള്ളത്. 49 പേരാണ് ദാരുണമായി അപകടത്തിൽ മരിച്ചത്. 3 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല. 46 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ 24 പേർ മലയാളികളാണ്. ആ മലയാളികളിൽ 3 പേർ കാസർഗോഡ് ജില്ലക്കാരാണ്. ഒരാൾ വയക്കരയുള്ള ആള് നിതിൻ, രണ്ടാമത്തെ ആള് ചെർക്കളയിൽ, മൂന്നാമത്തെ ആള് തൃക്കരിപ്പൂരിൽ, നാലാമത് ഒരാൾ വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എടുത്തു ചാടി വാരിയല് മൊത്തം തകർന്ന് സർജറിക്ക് വിധേയമായി അവിടെ കഴിയുകയാണ്. അപ്പോൾ അതും വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്. അപ്പോൾ ഇപ്പോൾ പ്രവാസി ലോകം വളരെ ശക്തമായ സഹായവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടായില്ല, ഇപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് 22 ലക്ഷം രൂപയാണ് മരിച്ച ഒരു കുടുംബത്തിന് കൊടുക്കുന്നത്. ഈ കുടുംബങ്ങൾ വഴിയാധാരമായി എന്ന് പറയാം. ഒരുപാട് ആളുകൾ പോയ ബാധ്യത തീർക്കാനായിട്ടുള്ളവരുണ്ട്. കുറെ ആളുകൾ കല്യാണം കഴിക്കാനായി പലതും കരുതി വെച്ചവരായിട്ടുണ്ട്. പലരും കുട്ടികളുടെ പഠനത്തിനായി കരുതി വെച്ച ഒരാളുണ്ട്. അപ്പോൾ ഓണത്തിന് വന്നിട്ട് ഓണം ആഘോഷിക്കണമെന്ന് തീരുമാനമെടുത്തവരൊക്കെ ഉണ്ട്. അപ്പം ഒരു 49 കുടുംബം എന്ന് പറയുമ്പോൾ മലയാളികൾ മാത്രമല്ല, ഇന്ത്യക്കാരുടെ മുഴുവൻ ദുഃഖം നമ്മുടെ ദുഃഖമാണ്. അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പ്രവാസി മലയാളികൾ എന്ത് സഹായം വേണം ചെയ്യട്ടെ. അവര് ഏറ്റവും കുറഞ്ഞത് 50 ലക്ഷം രൂപയെങ്കിലും ഈ കുടുംബത്തിന് നഷ്ടപരിഹാരമായി കൊടുക്കണം. യൂസഫ് അലിയും രവി പിള്ളയും അതുപോലെ പ്രവാസി ലോകത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ അവരുടേതായ സാമ്പത്തിക സഹായം കൊടുക്കും. അപ്പൊ എല്ലാ കുടുംബത്തിനും, ഈ മരിച്ച 49 കുടുംബങ്ങൾക്കും 50 ലക്ഷം രൂപ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ, കേരളത്തിലുള്ള 24 പേർക്ക് കേരള ഗവൺമെന്റും ഇന്ത്യയിലെ ഈ പറയപ്പെടുന്ന സംസ്ഥാനങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് വീതം നിശ്ചയിച്ചാൽ ബാക്കി സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണമെന്ന കർശനമായ നിർദ്ദേശം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കണം. ഈ അപകടം ഉണ്ടായപ്പോൾ തന്നെ കുവൈറ്റ് എംബസിയുമായും ഇന്ത്യൻ എംബസിയുമായും ഞാൻ ബന്ധപ്പെട്ടു. കാരണം കാസർഗോട്ട് 3 പേരുള്ളത് കൊണ്ടാണ് ബന്ധപ്പെട്ടത്. അതുകൂടാതെ അവിടുത്തെ മലയാളി സംഘടനകളുമായി ബന്ധപ്പെട്ടു. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് മരിച്ച മുഴുവൻ ഇന്ത്യക്കാരുടെയും മൃതശരീരം ഒരുമിച്ച് കൊണ്ടുവരാനാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് ഒറ്റയ്ക്ക് മൃതശരീരങ്ങൾ കൊണ്ടുവരാനുള്ള നീക്കം ആരും നടത്തണ്ട എന്ന് കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ അറിയിച്ചു. അതുകൊണ്ട് മുഴുവൻ മൃതശരീരങ്ങളും ഒരുമിച്ച് കേരളത്തിലെ 24 മലയാളികളുടെയും മൃതശരീരങ്ങൾ കൊച്ചിയിൽ കൊണ്ടുവന്നിട്ട് അവിടുന്ന് ആംബുലൻസുകളിൽ വിവിധ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ കൊച്ചിയിൽ വിമാനം ലാൻഡ് ചെയ്യും. അവിടുന്ന് കാസർഗോട്ടേക്കുള്ള ഈ 3 മൃതശരീരങ്ങൾ ഏതാണ്ട് ഒരു വൈകുന്നേരം 6 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും ഇവിടെ എത്തിച്ചേരാം. പിന്നെ
ആംബുലൻസിൻ്റെ വേഗത അനുസരിച്ച് വേണമെങ്കിൽ വൈകിട്ട് 4 മണി കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും എത്തിച്ചേരാം. അപ്പോൾ അതിൻ്റെ പിന്നെ ഒരുക്കങ്ങൾ പൂർത്തിയായി വിമാനം കൊച്ചി ലാൻഡ് ചെയ്യുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. നമ്മുടെ മലയാളികൾ വിദേശ രാജ്യങ്ങൾ, കുവൈറ്റ് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ പോകുന്ന ആളുകൾ അളമുട്ടിയാൽ ചേരയും കടിക്കുന്നൊരു ചൊല്ലുണ്ട്. നിവർത്തികെട്ടിട്ടാണ് വിദേശ രാജ്യങ്ങൾ പോകുന്നത്. എല്ലാവർക്കും അവരുടെ ജന്മനാട്ടിൽ ജോലി ചെയ്ത് കുടുംബത്തെ പുലർത്തണമെന്ന് ആഗ്രഹമുള്ളവരാണ്. പക്ഷെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ, മറ്റൊരു ഗതിയും ഇല്ലാതെ വരുമ്പോഴാണ് വിദേശ രാജ്യങ്ങളിലേക്ക് അഭയം തേടി പലരും പോകുമ്പോൾ സർവസ്വവും വിറ്റുപിറക്കിയായിരിക്കും പോകുന്നത്. അങ്ങനെ പോയിട്ടുള്ള പല ആളുകൾക്കും അവരുടെ ബാധ്യതകൾ പോലും നിറവേറ്റാൻ കഴിയുന്നില്ല. അവരുടെ ആ ബാധ്യതയൊക്കെ നിറവേറ്റേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് ഇനി മലയാളികളെ സംബന്ധിച്ചിടത്തോളം വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ബാധ്യത കേന്ദ്ര ഗവൺമെൻറ്റുണ്ട്. എന്തായാലും 24-ാം തീയതി പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുകയാണ്. 3-ാം തീയതി വരെ പാർലമെന്റ് സമ്മേളനമുണ്ട്. ഈ വിഷയം പാർലമെന്റിൽ ആരെങ്കിലും ഒരു MP അവതരിപ്പിക്കും. അതിനെ ബാക്കി MP-മാർ അസോസിയേറ്റ് ചെയ്യും. മാത്രമല്ല, ഞങ്ങളെല്ലാവരും കൂടി കേന്ദ്ര ഗവൺമെന്റ്, അതായത് പ്രവാസികാര്യ മന്ത്രിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളെ കണ്ടിട്ട് ഈ കേരളത്തിലെ മലയാളികളെ, ഇന്ത്യക്കാരുടെ മുഴുവൻ സുരക്ഷയും ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഗവൺമെന്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടും. ഇക്കാര്യത്തിൽ കുവൈറ്റ് ഗവൺമെന്റ് വളരെ നല്ല രീതിയിലാണ് മലയാളികളോടും ഇന്ത്യക്കാരോടും പെരുമാറുന്നത്. എല്ലാ തരത്തിലുള്ള സഹായവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഈ അപകടം ഉണ്ടായപ്പോൾ തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. എല്ലാ MP-മാരും വിളിച്ചപ്പോൾ പറഞ്ഞത്, ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആരും മൃതശരീരങ്ങൾ കൊണ്ടുവരുന്നതിന് പരിശ്രമിക്കേണ്ട, കൂട്ടായി കൊണ്ടുവരും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മാത്രം ഓരോ പിന്നെ സ്ഥലങ്ങളിലെ ആളുകൾ ബന്ധപ്പെട്ടാൽ മതി. എന്തായാലും ഈ മരിച്ച 49 കുടുംബങ്ങളുടെയും ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. പ്രത്യേകിച്ച് 24 മലയാളികളുടെ ദുഃഖത്തിൽ. അതിലുപരി എൻ്റെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലമായ വയക്കര അടക്കം ഉൾപ്പെടുന്ന തൃക്കരിപ്പൂര്, അതുപോലെ തന്നെ ചെർക്കള അടക്കമുള്ള സ്ഥലങ്ങളിലെ 3 പേര്, അവരുടെ മരണമാണ് വല്ലാത്ത വേദന കാസർഗോഡുകാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. നിതിൻ്റെ അപ്രതീക്ഷിത വേർപാടറിഞ്ഞ് നിരവധി പേരാണ് ആശ്വാസവാക്കുകളുമായി വയക്കരയിലെ വീട്ടിലേക്ക് എത്തുന്നത്. കുവൈത്തിൽ നിന്നും രാവിലെ നെടുമ്പാശ്ശേരിയിലെത്തിച്ച നിതിൻ്റെ മൃതദേഹം വൈകിട്ടോടെ വീട്ടിലെത്തിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.